ഇന്നത്തെ നമ്മുടെ ദൈവവചന ദൈവവചന പഠനത്തിനായിട്ട് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിൻ്റെ തുടർമാനം എന്ന നിലയിലും അടുത്ത വാക്യങ്ങൾ എന്ന നിലയിലും റോമാലേഖനം 13 അധ്യായം അതിൻ്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് ദൈവവചനം സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങളോട് ദൈവിക ചിന്തകൾ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 13 അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു വന്നത് ബിലീവേഴ്സ് സെക്യുലർ ഡ്യൂട്ടി, ഒരു വിശ്വാസിയുടെ ധാർമ്മിക ചുമതല, അല്ലെങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം ആക്കി വച്ചിരിക്കുന്ന അധികാരികൾക്ക് വേണ്ടിയുള്ള അധികാരികളെ കീഴ്പ്പെട്ടിരിക്കുക, എന്നാൽ ദൈവം അതിൻ്റെ മേലെല്ലാം നിയന്ത്രിക്കുന്നുണ്ടെന്നുള്ള ചിന്തയും, അപ്പോൾ തന്നെ നമ്മുടെ അധികാരികൾക്ക് കീഴ്പ്പെടുന്നതിനൊപ്പം തന്നെ നമ്മുടെ പ്രിയ സഹജീവികളോട്, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവരോട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അവരുടെ ആവശ്യങ്ങളിൽ, അവരുടേതായ ഇടിവുകളിൽ ശുശ്രൂഷ ചെയ്യുവാനായി ഒരു ആഹ്വാനവും പൗലോസ് നൽകുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ സ്പിരിച്വൽ ആസ്പെക്റ്റ് ഓഫ് അവർ ഡ്യൂട്ടി, നമ്മുടെ ഈ ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ആത്മീയ തലം, അതിനെക്കുറിച്ച് നമ്മൾക്ക് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഇന്ന് ഇത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, ഞാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ മറ്റൊരു വ്യക്തിയോടുള്ള, എൻ്റെ സമൂഹത്തോടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് 13 അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ ഇതൊരു വീണ്ടും അതൊരു ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തന്നെ, ഒരു ഡ്യൂട്ടിയോടുള്ള ബന്ധത്തിൽ തന്നെ തുടർന്നും ചിന്തിക്കുന്ന ചില ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 13 അധ്യായം 8 മുതലുള്ള താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത്, ഇനി നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ മുൻപിൽ ഇനിയുമുള്ള സമയങ്ങളിൽ നമുക്ക് ഉള്ള ആ ഒരു ടൈം വളരെ കുറവാണ് എന്ന നിലയിൽ 11 വാക്യം മുതൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 13 അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ 10 വരെയുള്ള ഭാഗങ്ങൾ ചിന്തിച്ചിരുന്നല്ലോ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 11 വാക്യം മുതലാണ്. 11 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ചെയ്യേണ്ടതിന് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. താഴോട്ടുള്ള വാക്യങ്ങൾ ഞാൻ അതിൻ്റെ ക്രമമനുസരിച്ച് വരുന്ന വഴിക്ക് ഞാൻ വായിച്ചോളാം. സോ ഇന്നത്തെ നമ്മുടെ ദൈവവചന പഠനത്തിന് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈറ്റിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കുറിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്: ഡിസ്ചാർജിങ് യുവർ ക്രിസ്ത്യൻ ഡ്യൂട്ടി. കഴിഞ്ഞ ക്ലാസ്സിലും ദൈവവചന പഠനത്തിലും ബൈബിൾ സ്റ്റഡിയിലും ആസ് എ ബിലീവർ, ദ ബിലീവേഴ്സ് സെക്യുലർ ഡ്യൂട്ടിയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും, ഇത് കുറച്ചുകൂടെ ഗൗരവത്തോടെയുള്ള നമ്മുടെ വ്യക്തിപരമായ ചില കർത്തവ്യങ്ങൾ, ലോകത്തോടുള്ള ബന്ധത്തിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തോടുള്ള ബന്ധത്തിലും ഉള്ള എൻ്റെയും നിങ്ങളുടെയും ഒരു വലിയ ഡ്യൂട്ടിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഞാനൊരു കഥ ഇപ്രകാരം വായിക്കുവാനിടയായി തീർന്നു. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഒരു സൈനികൻ, അദ്ദേഹം യുദ്ധം ചെയ്ത് അങ്ങ് മടുത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനിയും യുദ്ധം കൊണ്ടൊരു അർത്ഥമില്ല, യുദ്ധത്തിൽ തൻ്റെ ജീവൻ അപായപ്പെടുമെന്നൊക്കെയുള്ള ഭയത്തിലും ആ മടുപ്പിലും ഈ സൈനികൻ യുദ്ധത്തിൽ നിന്ന് ആരും അറിയാതെ പിന്മാറി രക്ഷപ്പെട്ടു പോകാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം ആരും അറിയാതെ ഒരു കടൽ തീരത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വള്ളത്തിലോ ബോട്ടേലോ ഷിപ്പേലോ എല്ലാം കിട്ടുന്ന ഏതെങ്കിലും മാർഗത്തിലൂടെ തൻ്റെ സ്വദേശമായിരിക്കുന്ന ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യാനായിട്ട്, ഒളിച്ചു കടക്കാനായി, ഒളിവിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ അവിടുന്ന് അവരുടെ സൈനിക ക്യാമ്പിൽ നിന്ന് പുറത്ത് പോയി സൈനിക ക്യാമ്പിൽ നിന്ന് ഒളിച്ചോടി പോകാനായിട്ട് താൻ ആഗ്രഹിച്ച് ഒരു നല്ല കുറ്റാക്കൂരിട്ടുള്ള ഒരു രാത്രിയിൽ
താൻ ആ സൈനിക ക്യാമ്പിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലും കാണാൻ പറ്റാത്ത അത്രമാത്രം ഇരുട്ടുള്ള സമയത്ത് താൻ ആ സൈനിക ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. തനിക്ക് മുമ്പിൽ ഒരു എന്താ തടസ്സങ്ങൾ പോലും കാണാൻ പറ്റാത്ത പോലുള്ള ഇരുട്ടത്തോടെയാണ് താൻ നടക്കുന്നത്. ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ തൻ്റെ മുമ്പിൽ ഒരു ദിശ കാണിക്കുന്ന ഒരു സൈൻ പോസ്റ്റുള്ള ഒരു സംഗതി തൻ്റെ കാലിൽ തട്ടിയതുപോലെ തനിക്ക് തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും തനിക്ക് ദിശ അറിയാനുള്ള മാർഗം അതിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ സൈനികൻ ആ ദിശ കാണാനായിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ അത് വളരെ ഇരുട്ടുള്ളതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ ദിശാസൂചിക അല്ലെങ്കിൽ ദിശ അറിയാനുള്ള മാർഗം ആ സൈൻ പോൾ ആണ് എന്ന് വിചാരിച്ച് തൻ്റെ കാലിൽ തട്ടിയതായ ആ ഒരു ഒബ്ജക്റ്റിന്മേൽ വലിഞ്ഞു കയറി മുകളിലേക്ക് ആ ക്രോസ് ലെവലിൻ്റെ മുകളിൽ വരെ എത്താനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ച് ഏറ്റവും മുകളിൽ ഇറങ്ങിയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മാച്ച് ബോക്സിൽ നിന്നൊരു മാച്ച് എടുത്തിട്ട് താനൊന്ന് കത്തിച്ചിട്ട് ആ സൈൻ ബോർഡ് എങ്ങോട്ടാണ് ദിശ കാണിക്കുന്നതെന്ന് കാണാനായിട്ട് താൻ അത് കത്തിച്ച് ഒന്ന് നോക്കി. കത്തിച്ച് താനിങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ താൻ കയറിയിരിക്കുന്നത് ഒരു പള്ളിയുടെ ഒരു ക്രൂശിൻ്റെ അല്ലെങ്കിൽ പള്ളിയുടെ മുറ്റത്തുള്ള ഒരു ക്രൂശിൻ്റെ മുകളിലേക്കാണ്. അവിടെ യേശുവിനെ ക്രൂശീകരിച്ചിരിക്കുന്നതായ ഒരു ചിത്രവും അല്ലെങ്കിൽ ഒരു സംഗതിയുമുണ്ട്. അതിൻ്റെ മുകളിലാണ് കയറിയത്. കത്തിച്ച് പിടിച്ചതും യേശുവിൻ്റെ മുഖത്തേക്കാണ് അത് നോക്കിയ മാത്രയിൽ തന്നെ തൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധവും, യേശുവിൻ്റെ മുഖം കണ്ടപ്പോൾ തൻ്റെ ഉള്ളിലൊരു കുറ്റബോധവും, ഞാനൊരു യുദ്ധത്തിനായിട്ട് എനിക്കൊരു ഉത്തരവാദിത്വം തന്ന് എന്നെ രാജ്യം ഇവിടെ ആക്കി വച്ചിരിക്കുകയാണ്, ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല, യുദ്ധത്തിൽ നിന്ന് പോകാൻ പാടില്ല, എൻ്റെ മേലൊരു കർത്തവ്യമുണ്ട് എന്നുള്ള ബോധ്യം തനിക്ക് ആ യേശുവിൻ്റെ മുഖം കണ്ടപ്പോൾ. കാരണം യേശുവും ഇതുപോലെ തന്നെ വലിയൊരു ദൗത്യം നിർവഹിക്കുവാനായിട്ട് ഈ താണഭൂമിയിലേക്ക് സ്വർഗത്തിൻ്റെ സകല കംഫോർട്ടുകളും സകല മഹിമകളും വെടിഞ്ഞ് സുഖങ്ങൾ വെടിഞ്ഞ് ഈ താണലോകത്തിൽ കഷ്ടത അനുഭവിക്കാനായിട്ട്, എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാനായിട്ട് ഈ താണലോകത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് യേശു എന്ന് മനസ്സിലാക്കിയിട്ട് താനും തൻ്റെ സുഖമോ തൻ്റെ സൗകര്യമോ പരിഗണിക്കാതെ ഞാനും തിരിച്ചിനി യുദ്ധത്തിന് പോകണമെന്നുള്ള ഉള്ളിലൊരു ചിന്ത വന്നിട്ട് ആ യേശുവിൻ്റെ മുഖം കണ്ടതോടുകൂടി താൻ ഇറങ്ങി തിരിച്ച് തൻ്റെ സൈനിക ക്യാമ്പിലേക്ക് തിരികെ പോയി. ഈ ഒരു കഥ ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിച്ചത്, ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന നാം ഓരോരുത്തർക്കും ഇന്ന് രാത്രികാലം ദൈവം ചില ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാഭാവിക ഉത്തരവാദിത്തമായ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അധികാരികൾക്ക് കീഴ്പ്പെടാനും ഒക്കെ ഉള്ള ആഹ്വാനമാണ് ലഭിച്ചതെങ്കിൽ അതിനേക്കാട്ടിലുപരിയായി നമുക്കൊരോരുത്തർക്കും ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. സോ വി ആർ നോട്ട് ബൈ കോയിൻസിഡൻറ്റ്, വി ആർ നോട്ട് ബൈ ചാൻസ് ഇൻ ദിസ് വേൾഡ്, ആൻഡ് വി ഹാവ് എ ഡെഫിനിറ്റ് ഡ്യൂട്ടി ആൻഡ് പർപ്പസ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് രാത്രികാലം നമുക്ക് ഈ 11, 12, 13, 14 വാക്യങ്ങളിൽ നിന്ന് ചിന്തിപ്പാനായിട്ടിടയായി തീരേണ്ടത്, വാട്ട് ആർ ദാറ്റ് Christian duty or how we are to discharge our Christian duties. ഇവിടെ പൗലോസിൻ്റെ ഭാഷ ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ പറഞ്ഞു വന്ന ആ ഭാഷയുടെ ശൈലിയിൽ നിന്ന് കുറച്ചുകൂടെ ഒരു കമാൻഡിങ് ആയിട്ട്, കുറച്ചുകൂടെ ഒരു ആജ്ഞ രൂപത്തിലാണ് 11-ാമത്തെ വാക്യം വായിക്കുന്നത്. ഇത് ചെയ്യേണ്ടതിന് ഉറക്കത്തിന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ഒരു സൈനാധിപൻ്റെ ആജ്ഞ പോലെ, ഒരു അലാമിംഗ് മെസ്സേജ് പോലെ, ഒരു അലേർട്ട് പോലെ പൗലോസിൻ്റെ വാക്കുകൾ ഇവിടെ നമുക്ക് ആ ഒരു ധ്വനി നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പോൾ ബിഹേവ്സ് ഹിംസെൽഫ് ആസ് എ കമാൻഡർ ഓഫീസർ ആൻഡ് ഹീസ് കൺവേയിങ് ദാറ്റ് വി ആർ എൻലിസ്റ്റഡ്. എൻ്റെയും നിങ്ങളുടെയും പേരൊരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ടു വാട്ട്? ടു ഡിസ്ചാർജ് അവർ ക്രിസ്ത്യൻ ഡ്യൂട്ടി. എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ദൗത്യം എന്താണെന്ന് ബോധിപ്പിക്കാനായിട്ട് പൗലോസ് ഒരു അലാമിംഗ് സിറ്റുവേഷൻ, ഒരു മെസ്സേജാണ് അവിടെ കൊടുക്കുന്നത്. സാധാരണ ഒരു സൈനിക ക്യാമ്പിലൊക്കെ ഉള്ള ഒരു പ്രൊസീജിയർ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ദ ഫസ്റ്റ് തിങ് ഈസ് ടു വേക്കപ്പ്, അല്ലേ?
ഉറക്കത്തിൽ നിന്ന് ഉണരാനായിട്ടാണ് പൗലോസ് ആദ്യം ഓർപ്പിച്ചിരിക്കുന്നത്. പിന്നീട് പൗലോസിൻ്റെ അടുത്ത കാര്യം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ഡ്രസ്സപ്പ്. അടുത്തത് നമ്മൾ പുതിയൊരു വേഷം, ഒരു ആയുധവർഗം, ഒരു ആർമർ എടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ ധരിക്കണം. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് പിന്നൊരു മാർച്ചിങ് ആണ്. ലൈനപ്പ് യുവർ പ്രോഗ്രസ്, ഒരു പ്രൊസഷൻ, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് 13-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുന്നു. അപ്പോൾ ഈ 3 ഒരു കമാൻഡിങ് വേർഡ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് അത് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ ചിന്തകൾ മുന്നോട്ട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ ഫസ്റ്റ് തിങ് ഈസ് വേക്കപ്പ്. ഉണരാനായിട്ട് പൗലോസ് പറയുകയാണ്. അവിടെ വായിക്കുന്നത് 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഇറ്റ് ഈസ് എ ടൈം ടു റൈസ് അപ്പ് ഫ്രം ദി സ്ലംബർനെസ്, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള നാഴിക വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, ടു റെക്കഗ്നൈസ് ദ ടൈം, ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള നാഴിക വന്നിരിക്കുന്നു. ടു റെക്കഗ്നൈസ് ദ ടൈം. 2, ടു റിഡീം ദ ടൈം. ഈ സമയത്തെ എങ്ങനെയാണ് നമ്മൾ പുനർക്രമീകരിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരേണ്ടതെന്നുള്ളത് ഈ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഇവിടെ പൗലോസിൻ്റെ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള നാഴിക വന്നിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് റെഫേഴ്സ് ടു എ സീസൺ ഓഫ് ടൈം. ഒരു പ്രത്യേകമായ സമയം അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു മൊമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള നാഴിക വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നാം എല്ലാവരും ക്രിസ്തീയ അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ 2-ാമത്തെ വരവ്. കർത്താവിൻ്റെ 2-ാമത്തെ വരവ് ഏത് നിമിഷവും സംഭവിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ വിശ്വാസികൾ എന്ന നിലയിൽ നാം പലപ്പോഴും അതൊന്നും ഇപ്പോൾ ഉടനെ ഒന്നും സംഭവിക്കത്തില്ല, ഇതൊക്കെ ഉടനെ ഒന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല എന്ന നിലയിൽ പലപ്പോഴും നാം ഒരു ഉറക്കത്തിൻ്റെ, ആലസ്യത്തിൻ്റെ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. ഈ വാക്യം പൗലോസ് ഓർപ്പിക്കുന്നത്, വി ഷുഡ് ബി വെരി അലേർട്ട്, അലാംഡ്, or to keep our eyes open on the situation, the world, the challenging world before us, because അവിടെ പറയുന്ന കാര്യം, ഉറക്കത്തിന് ഉണരാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനിയും ഉറങ്ങാൻ സമയമില്ല, ബിക്കോസ് ദ ടൈം ഹാസ് കം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കാത്തതായ ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുന്നു എന്നുള്ള ആ തിരിച്ചറിവ് പലപ്പോഴും നമ്മളിൽ നിന്ന് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിക്കാലം ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം പറയാം. നമ്മുടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെ ചുറ്റുപാട് നടക്കുന്ന സംഭവ വികാസങ്ങൾ, പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ, പുതിയ രാഷ്ട്രീയ മാനങ്ങൾ, രാജ്യങ്ങളിൽ തമ്മിൽ നടക്കുന്നതായ യുദ്ധങ്ങൾ, അല്ലെങ്കിൽ പല സംവിധാനങ്ങളും സിസ്റ്റംസും ഒക്കെ ഡിസ്മാൻഡിൽ ചെയ്യപ്പെടുന്നതായ സംഗതികൾ, വലിയ രാഷ്ട്രങ്ങളും വലിയ പേര് കേട്ടതായ ബലവത്തായ സാമ്രാജ്യങ്ങളൊക്കെ അസ്തമിക്കുന്നതായ സാഹചര്യങ്ങളും, ലോകത്തിൻ്റെ തന്നെ സ്ഥിതിഗതികൾ, സാമ്പത്തികം, രാഷ്ട്രീയം, സാമൂഹികപരമായ കാര്യങ്ങളെല്ലാം വലിയൊരു മാറ്റത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം പലപ്പോഴും നിഷ്ക്രിയരായിട്ട് ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ ഗതികളാണ് എന്ന് വിചാരിച്ച്, ദിസ് ഈസ് ഓൾ സംതിങ് കോയിൻസിഡൻ്റലി ദാറ്റ് ഷുഡ് ഹാപ്പൻ എന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും നിസ്സംഗതയോടിരിക്കുന്ന, ഇനാക്റ്റീവായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവജനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്, ഇറ്റ് ഈസ് എ മോമെൻറ്റ് ദാറ്റ് വി ഷുഡ് ബി വെരി അലാംഡ്. 2-3 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. ഇവിടെ ഒരു കാര്യം പൗലോസ് ഓർപ്പിക്കുന്നത്, നാം വിചാരിച്ചതിനെക്കാട്ടിലും അധികം രക്ഷ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? അടുത്തിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അതൊരു
കൺഫ്യൂസിങ് ആയിട്ടൊരു സെൻറ്റൻസ് ആയിട്ട് നമുക്ക് തോന്നും. രക്ഷ നമുക്ക് അടുത്തിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരല്ലേ. എന്നാൽ വാസ്തവത്തിൽ രക്ഷ എന്ന് പറയുന്നത് 3 തലത്തിലാണ്. സാൽവേഷൻ ഈസ് എ 3 ടയർ പ്രോസസ്. ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ആ നിമിഷം, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് അവർ സാൽവേഷൻ. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് അവർ സാൽവേഷൻ ഈസ് ദി കണ്ടിന്യൂസ് സാങ്ക്ടിഫൈഡ് ലൈഫ് ഓർ സാങ്ക്ടിഫൈങ് ലൈഫ്. വിശുദ്ധിയിൽ, ആ രക്ഷയിൽ നടക്കുന്ന രണ്ടാമത്തെ ഫേസ് ആണ് ദ സാങ്ക്ടിഫിക്കേഷൻ, അതിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ സമയം. ആൻഡ് ദ തേർഡ് ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് സാൽവേഷൻ ഈസ് either the coming of Jesus Christ or our death. നമ്മുടെ മരണമോ കർത്താവിൻ്റെ വരവോ സംഭവിക്കുന്ന ഫൈനൽ ഗ്ലോറിഫിക്കേഷനാണ് ദി ഫൈനൽ കൺക്ലൂഡിങ് ഫേസ് ഓഫ് സാൽവേഷൻ. അപ്പോൾ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാട്ടിൽ രക്ഷ നമുക്ക് അധികം നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദാറ്റ് മീൻസ് the final glorification of our salvation, എൻ്റെയും നിങ്ങളുടെ രക്ഷയുടെ അവസാനത്തെ ലാപ്പായ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. സോ there is no more time to sleep. നമുക്കിനിയും ഉറങ്ങാൻ കഴിയത്തില്ല. അവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നതുണ്ട്. ദ വേർഡ് ഹൈ ടൈം അല്ലെങ്കിൽ ഇവിടെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം, ഇറ്റ് ബിക്കേം മോർ പെറ്റിനൻ്റ് ഓർ മോർ ഇമ്പോർട്ടൻറ്റ്, അധികം അടുത്തിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഹൈ അലാമിങ് സമയം എന്ന് പറഞ്ഞാൽ നമുക്കിനി ഒട്ടും വെയിറ്റ് ചെയ്യാൻ ടൈമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് വെരി നിയർ, വളരെ അടുത്തിരിക്കുകയാണ്. അതെ, അങ്ങനെയെങ്കിൽ ദർ ഈസ് എ സെക്കൻഡ് തിങ് ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. വി നീഡ് ടു റിഡീം ദിസ് ടൈം. കാരണം ഏറ്റവും ഇനി ഒരിക്കലും കഴിഞ്ഞ സമയം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയത്തില്ല, കഴിഞ്ഞ പോയ കാലഘട്ടം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയത്തില്ല. സോ ദർ ഈസ് എ സ്പെസിഫിക് അവർ ദാറ്റ് ഈസ് ബീൻ കെപ്റ്റ് നൗ ഫോർ അസ്. നമുക്ക് വേണ്ടി ഇനി വെച്ചിരിക്കുന്ന ചില സമയമുണ്ട്. സോ ദാറ്റ് ഈസ് ദി ഹൈ ടൈം. ഇനിയും കഴിഞ്ഞു പോയ സമയത്തെക്കുറിച്ച് അയ്യോ തീർന്നല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. ദ മൊമെൻറ്റ് ഫ്രം ടുഡേ അല്ലെങ്കിൽ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഒരു വലിയ ഹൈ ടൈമാണ്. പ്രൈസ് ദി ലോർഡ്. സോ ഈ ഉറക്കം ഇനി സംഭവിക്കേണ്ട, ഇനി ഉറക്കം പാടില്ല എന്ന് പറയാൻ കാരണം, ഉറക്കമെന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി. ഒന്നും ചെയ്യണ്ട, വേണ്ട, ഒന്നും ഇനി അതിനുള്ള അല്ലെങ്കിൽ നിഷ്ക്രിയത്വമാണ് ഉറക്കമെന്ന് പറയും. നമ്മൾ ഉറങ്ങുമ്പോൾ ഒന്നും ഉറങ്ങുമ്പോൾ ജോലി ചെയ്യാറില്ല, ഉറങ്ങുമ്പോൾ നമ്മൾ മറ്റ് ഭക്ഷണം കഴിക്കാറില്ല, ഉറങ്ങുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാറില്ല. നമ്മൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി ഓർ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. നമുക്കൊരു ബോധവുമില്ല, നമുക്കൊരു ചിന്തയില്ല, അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസ്പോൺസീവ്നെസ് ഈസ് വെരി ലോ. നമുക്കൊരു ഉത്തരവാദിത്വം വഹിക്കേണ്ട. ഉറങ്ങുമ്പം നമുക്ക് എന്ത് കഴിക്കണമെന്നതിനെക്കുറിച്ച് ചിന്ത വേണ്ട, ഉറങ്ങുമ്പോൾ നമ്മൾ ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഉറങ്ങുമ്പോൾ നമ്മൾ ഒരു ഉത്തരവാദിത്വം വഹിക്കാണ്ടാത്ത സമയമാണ് ഉറക്കമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സോ സ്ലീപ്പിംഗ് ഈസ് എ ടൈം, എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി, ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, ഡിഗ്രീസ് ഓഫ് റെസ്പോൺസീവ്നെസ്, നമുക്കുള്ള പ്രതികരണത്തിൻ്റെയൊക്കെ അവസരമൊക്കെ ഒന്നുമില്ല ഉറക്കത്തിൽ. ഇത് സഭയോടുള്ള ബന്ധത്തിൽ, എൻ്റെ നിങ്ങളുടെയും വ്യക്തിപരമായ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ആർ വി സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇൻ എ സ്ലംബർനെസ്, ഒരു ഉറക്കത്തിലാണ് നാം പോയിരിക്കുന്നെങ്കിൽ, ദർ വുഡ് ബി എ സ്റ്റേജ് ഓഫ് ഇനാക്ടിവിറ്റി, ദർ വുഡ് ബി എ സ്റ്റേറ്റ് ഓഫ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, there will be a state of decrease in our responsiveness. നമ്മുടെ ആത്മീയ തലവുമായിട്ട് നമുക്കൊന്ന് ബന്ധിപ്പിച്ച് നോക്കിയാൽ, നമ്മൾ ആത്മീയ തലത്തിൽ നിഷ്ക്രിയരായിട്ടിരിക്കുന്നെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ സ്ലീപ്പിംഗ്. ആത്മീയ വിഷയത്തിൽ നമുക്ക് ഒരു കോൺഷ്യസ്നെസ്സും ഇല്ലെങ്കിൽ, ഒരു ബോധവും ഇല്ലെങ്കിൽ യു ആർ സ്ലീപ്പിംഗ്. ആത്മീയ വിഷയത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഉറക്കമാണ്.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ലോകത്തിൽ പലരും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അത് നമ്മുടെ ആത്മീയ തലത്തിൽ, നമ്മുടെ സഭയുടെ തലത്തിലും സഭാതലത്തിലുമൊക്കെ നിഷ്ക്രിയരായ ആത്മീയ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ, നിഷ്ക്രിയത്വമുള്ള ഒരു ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ, ആത്മീയ വിഷയത്തിൽ ദൈവിക ചിന്തയോടുള്ള ബന്ധത്തിൽ, ആത്മീയമായ നമ്മുടെ മുന്നേറ്റത്തോടുള്ള ബന്ധത്തിൽ, വി മേ ബി എ ക്രിസ്ത്യൻ, നമ്മളെല്ലാവരും വിശ്വാസികളായിരിക്കാം. ഇൻ അവർ സർട്ടിഫിക്കറ്റ് there is a column called Christian. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യാനി എന്നുള്ള ഒരു കാറ്റഗറി നമുക്കുണ്ട്. വി മേ ഹാവ് എ മെമ്പർഷിപ്പ് ഇൻ എ ചർച്ച്, വി മേ ബി അറ്റൻഡിങ് എ ചർച്ച്, വി മേ ബി പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി, ഇതെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ആർ വി ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി? ആത്മീയ വിഷയത്തിൽ നമ്മൾ ക്രിയാത്മകമായിട്ടുള്ള ചലനങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. പ്രാർത്ഥനയിലും ദൈവവചന ചിന്തനകളിലും കൂട്ടായ്മകളിലും അതോടൊപ്പം തന്നെ ആത്മീയ വിഷയത്തിലുള്ള നമ്മുടെ ജാഗരണത്തിലും ഇവിടെയൊന്നും നമ്മളൊരു വൈബ്രൻസി, ഒരു അനക്കം നമുക്ക് ആ മേഖലയിൽ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഉറങ്ങുക എന്നാണ്. നമ്മൾ ഉറങ്ങുന്നതുകൊണ്ടാണ് നമ്മളൊന്നും ക്രിയാത്മകമായിട്ട് ചെയ്യാത്തത്. ക്രിയാത്മകമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം. അപ്പോൾ ആത്മീയ വിഷയത്തിൽ നമ്മളൊരു മന്ദഗതിയിൽ, ഒരു സൈലൻ്റ് മോഡിൽ, ഒരു ഇനാക്റ്റീവ് മോഡിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യാം. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റേതായ ആത്മീയ ജീവിതത്തിൽ, എവിടെയെല്ലാം ഒരു റുട്ടീനൽ ചടങ്ങ് നടക്കുന്നതിനപ്പുറത്ത് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു ആക്ടിവിറ്റി, ഒരു ക്രിസ്ത്യൻ എൻഗേജ്മെൻറ്റ്, സ്പിരിച്വൽ എൻഗേജ്മെൻറ്റ് ഇല്ല എങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ സ്ലീപ്പിംഗ് സ്റ്റേജ്. ആത്മീയ വിഷയത്തിൽ നമുക്കൊരു കുറ്റബോധമോ അല്ലെങ്കിൽ അയ്യോ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺഷ്യസ്നെസ് നമുക്ക് വരുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ സ്ലീപ്പിംഗ് സ്റ്റേജ്. ഇതൊക്കെ എനിക്കും നിങ്ങൾക്കുമൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. സോ ആ നാഴിക കഴിഞ്ഞു. ഇനിയും നമുക്ക് ആത്മീയ വിഷയത്തിൽ ഒരു സ്ലോനെസ്, ഒരു ലേസിനെസ്, ഇതൊന്നും കാണിക്കാനുള്ള സമയമല്ല. ദിസ് ടൈം ഈസ് എ വെരി ഹൈ ടൈം. രക്ഷ അധികം അടുത്തിരിക്കുന്നു. ഇത് നമ്മളോട് ഈ കാലഘട്ടത്തിൽ പറയുന്ന ഒരു വലിയ പ്രവചനമാണ്. സോ വി നീഡ് ടു വേക്ക് അപ്പ്. നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നേ മതിയാകുകയുള്ളൂ. നമുക്ക് ഉണരേണ്ട സമയമായി. ഇനിയും ഉറങ്ങരുത്, ഇനിയും ഉറക്കത്തിൽ പോകരുത്. ആത്മീയ തലത്തിൽ ഉണരണം. പ്രൈസ് ദി ലോർഡ്. പിശാച് എപ്പോഴോ നമ്മളെയൊക്കെ ആത്മീയ തലത്തിൽ ഉറക്കാൻ നോക്കുകയാണ്. നമ്മൾ ഇനാക്റ്റീവാണ്. പിശാചിന് അതേ ആഗ്രഹമുള്ളൂ. നമുക്ക് നമ്മുടെ കുറച്ച് ജോലി ബ്ലോക്ക് ചെയ്തിട്ടോ കടം വരുത്തിയിട്ടോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായല്ലോ, ഫിസിക്കൽ മെറ്റീരിയൽ കാര്യങ്ങൾ ലോസ് ഉണ്ടായാലോ, ജോലി നഷ്ടപ്പെട്ടാലോ, ദാറ്റ്സ് നത്തിങ് എ ബിസിനസ് വിത്ത് സൈറ്റൻ. സാത്താൻ ഇതൊന്നും സാത്താൻ നമ്മളെ നമ്മുടെ മാനസിക തലത്തെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഇതൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാമായിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഹി വാണ്ട്സ് അസ് ടു ബി ഇനാക്റ്റീവ് ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്. നമ്മുടെ ആത്മീയ വിഷയത്തിൽ നമ്മൾ നിഷ്ക്രിയരായിരിക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ പദ്ധതി. അതിന് മേ ബി കോൺട്രിബ്യൂട്ടിംഗ് എലമെൻറ്റ്സ് ആയിരിക്കാം നമ്മളുടെ ഫിസിക്കൽ, നമ്മുടെ സറൗണ്ടിങ്ങിലൊക്കെ നടക്കുന്നതായ പല കാര്യങ്ങൾ. സോ പോൾ ഈസ് ടെല്ലിങ് അസ് ഇറ്റ് ഈസ് എ ടൈം that we need to wake up. It is a time that we need to really leave our slumberness, our sleeping mood എല്ലാം മാറ്റിയിട്ട് പ്രൈസ് ദി ലോർഡ്. കാരണം ഇന്ന് നമുക്കറിയാമല്ലോ, ലോകത്തിൽ അനേകർ കർത്താവിനെ അറിയാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിനെ അറിയാതെ എവരിഡേ there are people falling into hell. ഓരോ നിമിഷവും ആളുകൾ നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. So there is a duty for us to wake up and discharge our spiritual duty. ഒരു സഭയിൽ നമ്മളായിരിക്കുമ്പോൾ, ആത്മീയതലത്തിൽ നാം ആയിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങാൻ ഇനി ടൈമില്ല, ആക്റ്റീവ് ആകാനുള്ള സമയത്തേക്ക് നാം എത്തപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, that would be the first command to rise up, ഉണരുക. രണ്ടാമത്തെ കാര്യം 12ാമത്തെ വാക്യത്തിൽ, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. സോ സെക്കൻഡ് കമാൻഡ് ഈസ് ടു ഡ്രസ് അപ്പ്. നമ്മൾ ധരിക്കുക. നമുക്കറിയാമല്ലോ,
അവിടെ പറയുന്നത് രാത്രി കഴിവായി പകലടുത്തിരിക്കുക, അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളയുക. വി ഹാവ് ടു ഡിസ്റിഗാർഡ് ദി ഡ്രസ് ഓഫ് ദി നൈറ്റ്. രാത്രിയുടെ വസ്ത്രം നമ്മൾ ഉരിഞ്ഞിട്ട് പകലിൻ്റെ വെളിച്ചത്തിൻ്റെ വസ്ത്രം ധരിക്കുക. അതും നമ്മുടെ ഒരു ആക്റ്റീവ്നെസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ ഓഫീസിൽ പോവുക, നാളെ ഓഫീസിൽ പോവുകയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കിടക്കാൻ നേരത്ത് ഇടുന്ന നിങ്ങളുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ നാളെ നിങ്ങൾ ഓഫീസിൽ പോകുന്നത്? അല്ല. ആ ബെഡ് ടൈം കഴിയുമ്പോൾ നിങ്ങൾ ആ ഡ്രസ്സ് മാറി നിങ്ങൾ ഫ്രഷ് ആയിട്ട് പുതിയ വസ്ത്രം ധരിച്ച്, ദാറ്റ് മീൻസ് യു ആർ ഡ്രസ്സിങ് അപ്പ് ഫോർ എ ന്യൂ ആക്ടിവിറ്റി. അപ്പോൾ പൗലോസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്, പ്രഭാതത്തിൻ്റെ മോർണിംഗ് വെൻ യു വേക്ക് അപ്പ് യു ഹാവ് ടു ത്രോ എവേ ദ ഡ്രസ് ഓഫ് ദ നൈറ്റ്. രാത്രിയുടെ വസ്ത്രം എന്ത് ചെയ്യണം? ദാറ്റ് മേ ബി എ ബെഡ് ക്ലോത്ത്, അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രം. ആ വസ്ത്രം മാറ്റിയിട്ട് വി നീഡ് ടു ഹാവ് എ ന്യൂ ഡ്രസ്. അപ്പോൾ അവിടെ പൗലോസ് പറയുന്ന വാക്ക് വളരെ വ്യക്തമാണ്. വെച്ച് കളഞ്ഞ് പ്രവർത്തികൾ, ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ്, therefore let us lay aside എന്ന് പറഞ്ഞാൽ ഇനി അത് വേണ്ട, അത് അങ്ങ് വിട്ടേര്. ആ ഡ്രസ്സ് ഇനി നമുക്ക് ആവശ്യമില്ല. വി ആർ ലിറ്ററലി എൻറ്ററിങ് ഇൻ ടു എ ന്യൂ ക്രിയേഷൻ. നമ്മളൊരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കയറുകയാണ്. നമുക്കിനി നമ്മുടെ ഇരുട്ടിൻ്റെ വസ്ത്രം ആവശ്യമില്ല, രാത്രിയുടെ വസ്ത്രം ആവശ്യമില്ല, അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ അനുഭവങ്ങൾ ഇനിയും നമുക്ക് തുടരാനായിട്ട് അവസരമില്ല. ബിക്കോസ് ദ ഡ്രസ് ഓഫ് ദ നൈറ്റ് ഹാസ് ബീൻ ത്രോൺ അവേ. അത് വെച്ചു കളഞ്ഞാൽ വി ആർ ബിക്കമിങ് എ ന്യൂ ക്രിയേഷൻ. അതുകൊണ്ട് തന്നെ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവരെല്ലാം എന്താണ്? പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിൽ നോക്കുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായി ദൈവം നമ്മെ മാറ്റിയിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്തും, ലാസറിനെ ഉയർപ്പിച്ചിട്ട് യേശു കല്ലറകളുടെ കല്ല് തുറന്ന് ലാസറെ പുറത്ത് വരിക എന്ന് പറയുമ്പോൾ, ലാസർ പുറത്ത് വന്നപ്പോൾ അവൻ്റെ മരിച്ചപ്പോൾ കെട്ടിയ ശീലകൾ അവൻ്റെ ചുറ്റിനും ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ യേശു അവരോട് പറഞ്ഞത്, കൂടെയുള്ളവർ പറഞ്ഞത്, അവൻ്റെ ശീലകൾ, അവൻ്റെ മേൽ വെച്ചിരിക്കുന്നതായ ശീലകൾ എന്ത് ചെയ്യുക? അഴിച്ചു മാറ്റുക. റിമൂവ് ദ ക്ലോത്ത്സ്. കാരണം ദ ക്ലോത്ത് ഓർ ദ തിങ്സ് ദാറ്റ് ഹാസ് ബീൻ റാപ്ഡ് അപ്പോൺ ഹിം ഈസ് ദ ഡ്രസ് ഓഫ് ദ ഡെത്ത്, അല്ലെങ്കിൽ ഡ്രസ് ഓഫ് വെൻ ഹി വാസ് കെപ്റ്റ് ഇൻ ദി കൊഫീൻ. ആ ശവമഞ്ചത്തിൽ അല്ലെങ്കിൽ അതിനകത്ത് വെച്ചപ്പോൾ ധരിപ്പിച്ചതാണ് ആ ശീലകൾ. അത് അഴിക്കണം. യേശു കല്ലറകളെ ഭേദിച്ച് പുറത്ത് വന്നപ്പോൾ അവനെ കൊടുത്തിരുന്ന ശീലകളെല്ലാം ചുരുട്ടി അവിടെ മടക്കി വെച്ചു. പുതിയ അനുഭവത്തിലാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ രാത്രിയുടെ പ്രൈസ് ദി ലോർഡ് വസ്ത്രങ്ങൾ, അന്ധകാരത്തിൻ്റെ വസ്ത്രങ്ങൾ, അന്ധകാരത്തിൻ്റെ അനുഭവം, ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞിട്ട് ത്രോയിങ് സംതിങ് ഓഫ് വൺസ്, അതിനി എടുക്കാത്ത വണ്ണമായിട്ട് കാസ്റ്റ് ഓഫ് എന്ന നിലയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് പൗലോസ് വീണ്ടും ആഹ്വാനം ചെയ്യുന്നത് എന്ത് ധരിക്കാനാണ്? വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കാനായിട്ട്. അതാണ് ഒരു കമാൻഡിങ് ഒരു ഓർഡറാണ് പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സൈനികനെ പോലെ ഇനി രാത്രിയിൽ നിങ്ങളുടെ പുതപ്പ് മൂടിക്കിടക്കുന്ന പുതപ്പൊക്കെ മാറ്റിയിട്ട്, രാത്രിയുടെ ആ ഇരുട്ടിൻ്റെ ബെഡ് ക്ലോത്ത്സ് എല്ലാം മാറ്റിയിട്ട്, ഇനി ഒരു പുതിയ അനുഭവത്തിൻ്റെ, പ്രകാശത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ അനുഭവത്തെ നാം ഇനിയും ഇടുക. വൺ തിങ് ഇസ് ടു കാസ്റ്റ് ഓഫ് ആൻഡ് വൺ തിങ് ഇസ് ടു പുട്ട് ഓൺ. ഒന്ന് കളയുക, മറ്റൊന്ന് ധരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഇരുട്ടിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, ഈ പുതിയ സമയത്ത് ഇനി നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നമുക്ക് ആയുധവർഗം വേണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആയുധവർഗം ധരിച്ചു കൊള്ളുക. ബിക്കോസ് വി ആർ ഗോയിങ് ടു ഫൈറ്റ്. വി ആർ ഗോയിങ് ടു ഫൈറ്റ് ഇൻ എ ബാറ്റിൽ ഫീൽഡ്. വി ആർ ഗോയിങ് ടു ഫൈറ്റ് ഇൻ എ സ്പിരിച്വൽ ബാറ്റിൽ ഫീൽഡ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നതുകൊണ്ട് ഇറ്റ് ഈസ് എ ഹൈ ടൈം ടു ഫിനിഷ് അപ്പ് ദിസ് ബാറ്റിൽ. ആൻഡ് വി ആർ റൈറ്റ്ലി ഇൻ ദാറ്റ് സ്പിരിച്വൽ ബാറ്റിൽ. ആ ഒരു ആത്മീയ പോർക്കളത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും വി കനോട്ട് ഹാവ് ദാറ്റ് ഓൾഡ് ക്ലോത്ത്.
വി നീഡ് എ ന്യൂ ക്ലോത്ത് ആൻഡ് ആർമർ. ആയുധവർഗം ധരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം. അപ്പോൾ ഇവിടെ പൗലോസ് ആയുധവർഗം എന്ന് ഓർപ്പിച്ചിരിക്കുന്നത് ഇതൊരു റിക്രൂട്ട്മെൻറ്റ് കൂടിയാണ്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആക്ച്വലി വി ആർ റിക്രൂട്ടിംഗ് ടു ഹിസ് ആർമി. അവരുടെ സ്വർഗീയ സൈന്യത്തിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. കർത്താവിനെ അംഗീകരിച്ച് രക്ഷകനായി ജീവിക്കുമ്പോൾ വി ആർ ഗിവൺ സം റെസ്പോൺസിബിലിറ്റി ആൻഡ് വി ആർ ഗിവൺ വിത്ത് സം വെപ്പൺസ്. ഇതെല്ലാം ധരിച്ചുകൊണ്ടുള്ള പോക്കാണ്. ഈ തോക്ക് പിടിക്കാൻ അറിയാത്തവനെ യുദ്ധത്തിന് വിട്ടിട്ട് കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവനെ കൊണ്ടൊന്നും കഴിയത്തില്ല. അങ്ങനെ അതുപോലെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനായി തീർന്നിരിക്കുമ്പോൾ നമ്മുടെ മേൽ ആയുധങ്ങൾ ഏൽപ്പിക്കപ്പെടുകയാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആയുധവർഗ്ഗങ്ങളെക്കുറിച്ച്, വാളിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഹെൽമെറ്റിനെക്കുറിച്ച്, ശിരസ്ത്രത്തെക്കുറിച്ച് എല്ലാം പറയുന്ന കാര്യങ്ങൾ ഞാനതിനെ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. സോ എവറിത്തിങ് ഈസ് ഗിവൺ ടു അസ് ടു യൂസ് ഇറ്റ് അക്കോർഡിംഗ്ലി. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാനോ പിടിക്കാനോ അറിയത്തില്ലെങ്കിൽ ഉള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ മൂടിപ്പൊളത്തിച്ച് കിടക്കുന്ന ഒരു ആത്മീയ ജീവിതമാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ആ സമയം കഴിഞ്ഞു. ആൻഡ് വി ആർ ബീൻ എൻലിസ്റ്റഡ് ടു ഫൈറ്റ്. നമ്മൾ യുദ്ധത്തിന് വേണ്ടി നമ്മളെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സോ വാട്ട് വി നീഡ് ടു ഡു ഈസ് ടു പുട്ട് അപ്പ് ദിസ് ആർമർ. ഈ വസ്ത്രമൊക്കെ ധരിച്ചിട്ട്, അല്ലെങ്കിൽ അതിനെ ധരിക്കാനുള്ള ആഗ്രഹത്തോടെ, ഡിസയർ ദി ഗാർമെൻറ്റ് ഓഫ്, ഇവിടെ നൈറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, നോട്ട് നൈറ്റ്, ഡിസയർ ദി ഗാർമെൻറ്റ് ഓഫ് ലൈറ്റ്. യെസ്, റൈറ്റ്. Desire the garment of life. So discard the dress of the night and we have to desire the garment of light. പ്രകാശത്തിൻ്റെ വസ്ത്രം ധരിക്കാനായിട്ട് നാം എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്, നമ്മെ തന്നെ ഒരുക്കണം. സോ ഡിസ്കാർഡ് ദി ഡ്രസ് ഓഫ് ദി നൈറ്റ് ആൻഡ് ഡിസയർ ദി ഗാർമെൻറ്റ് ഓഫ് ലൈറ്റ്. പകൽ വെളിച്ചത്തിൻ്റെ പകലിൻ്റെ വസ്ത്രം ധരിച്ച് മുന്നോട്ട് പോകണം. സോ രണ്ടാമത്തെ കാര്യം ഈസ് ടു ഡ്രസ്സപ്പ്. അപ്പോൾ ഒന്ന്, ടു വേക്കപ്പ്, ഉണരാനുള്ള സമയമായി. രണ്ട്, നമുക്ക് ചിലത് മാറി പുതിയ വസ്ത്രം ധരിക്കേണ്ട സമയം, ഡ്രസ്സപ്പ്. അപ്പോൾ ഒരു സൈനികനെ സംബന്ധിച്ച് ഒരു കമാൻഡറിൻ്റെ ആക്ഷൻ വേക്കപ്പ് ആൻഡ് ഡ്രസ്സപ്പ്. അടുത്തതാണ് ഇനി പ്രൊസഷൻ, ലൈനപ്പ്. ഇനിയാണ് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ. സോ വെൻ യു ഡിസ്ചാർജ്, മൂന്നാമത്തെ കാര്യം ഡിസ്ചാർജ് യുവർ ഡ്യൂട്ടി. ദ തേർഡ് തിങ് ഈസ് ടു ലൈൻ അപ്പ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ ഈ 3 വേർഡ്സ് മറന്നു പോകരുത്: വേക്കപ്പ്, ഡ്രസ്സപ്പ് ആൻഡ് ലൈനപ്പ്. 13ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇനിയുള്ള നമ്മുടെ ലൈനപ്പ് നമുക്കറിയാമല്ലോ. ഈ അസംബ്ലിക്കൊക്കെ ആൾക്കാർക്ക് മാർച്ച് പാസ്റ്റിനൊക്കെ നിൽക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ലൈനപ്പ് ഉണ്ട്. അവിടെ ചില ഡിസിപ്ലിൻസ്, അവിടെ ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. ആ ക്രമീകരണങ്ങൾ എന്താണെന്നുള്ളതാണ് 13-14 വാക്യങ്ങളിൽ നമ്മെ പൗലോസ് ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വസ്ത്രം ധരിച്ച്, നമ്മളിനിയും ആയുധം വർഗം ധരിച്ച് നാം നിൽക്കുകയാണ്. സോ ക്രിസ്ത്യൻ ലൈഫ് ഈസ് വൺ ഓഫ് ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ്. ഇനി എന്താണ്? ഇനിയും നമുക്ക് വേണ്ടതായ ചില കാര്യങ്ങൾ. അതാണ് എ ഡ്യൂട്ടി ടു ലൈൻ അപ്പ് വിത്ത് സം മാറ്റേഴ്സ്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അവിടെ 13 മുതൽ 14 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കുറച്ച് പ്രാക്ടിക്കൽ വിഷയങ്ങൾ പൗലോസ് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. വാക്ക് ഇൻ ഹോണസ്റ്റി. ഇനി നമ്മുടെ ലൈനപ്പിൽ നമ്മുടെ നടപ്പാണ് പ്രധാനപ്പെട്ടത്. 1, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. 2, നമ്മൾ പുതിയ വസ്ത്രം ധരിച്ചു. ഇനി നമ്മൾ ലൈനപ്പിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ആസ് വി പ്രൊസീഡിങ്, മാർച്ചിങ് ഔട്ട്. അപ്പോൾ അവിടെ പകൽ സമയത്ത് എന്നതുപോലെ നാം മര്യാദയായി നടക്കുക. ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വാക്ക് ഇൻ ഹോണസ്റ്റി. ഈ പകൽ സമയത്ത് ചിലരോട് പറയുമല്ലോ, പകൽ മാന്യന്മാരാണെന്ന് പറയുന്നത്. കാരണം ഈ രാത്രിയിലാണ് ഈ പകൽ മാന്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രേസാണ്. എന്ന് പറഞ്ഞാൽ ഈ പകൽ ഭയങ്കര ഡീസൻ്റായിട്ട് ഇരിക്കുന്നു, രാത്രിയിലല്ല ഉള്ള എല്ലാ കൊള്ളരുതായ്മയും എല്ലാ ദുഷ്ടതയും എല്ലാം രാത്രിയുണ്ട്. പകൽ നല്ല ഡീസൻ്റായിട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ആ വാക്യം വായിച്ചപ്പോൾ അങ്ങനെ പകൽ സമയത്ത് എന്നതുപോലെ നാം മര്യാദയായി നടക്കുക. അതിൻ്റെ അർത്ഥം വാക്ക് ഇൻ ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ അഭിനയ ജീവിതം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രിറ്റൻഡിങ് ആയിട്ടുള്ള ആ ഒരു ജീവിതം അവസാനിപ്പിച്ചിട്ട്
വി നീഡ് ടു ബി വെരി ഹോണസ്റ്റ് ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരെ ഹോണസ്റ്റായിട്ടിരിക്കണം, മര്യാദയായി നിൽക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കിനി ഡ്യുവൽ ബിഹേവിയർ, രണ്ട് സ്വഭാവങ്ങൾ പാടില്ല. എന്ന് പറഞ്ഞാൽ വെളിച്ചത്ത് വരുന്ന സ്വഭാവം ഒന്ന്, രാത്രിയിൽ എന്ന് പറഞ്ഞാൽ രഹസ്യമായുള്ള സ്വഭാവത്തിൽ വേറൊന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടിലും ഒരു വലിയ വ്യത്യാസമുണ്ട്. ചിലർക്ക് ക്യാൻ ഹാൻഡിൽ ദിസ് ഇൻ എ ടു ഫോം. എന്ന് പറഞ്ഞാൽ പകൽ ഭയങ്കര വളരെ മാന്യനായിട്ടും രാത്രിയിൽ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ക്യാരക്ടറിനെ കുറിച്ചാണ്. അപ്പോൾ അത് വിടാൻ പകൽ എന്ന പോലെ നാം മര്യാദയായി നടക്കുക. അപ്പോൾ വാക്ക് ഇൻ എ ഹോണസ്റ്റി, ദാറ്റ് മീൻസ് യുവർ വാക്ക് ഷുഡ് മാച്ച് വിത്ത് യുവർ ടോക്ക്. നമ്മൾ പറയുന്നതും നമ്മൾ ഈ ഘോരഘോരം പറയുന്നതിൻ്റെ അനുസരിച്ചുള്ള നടപ്പും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമുക്ക് ചിലപ്പം നമുക്ക് നല്ല വാചാലതയുണ്ട്, നമുക്ക് പറയാനൊക്കെ ആണെങ്കിൽ നല്ല പറഞ്ഞു വിടാം, പക്ഷേ ജീവിക്കാനാണ് പാട്. പറയാൻ നമുക്കെല്ലാവർക്കും അഭിപ്രായമൊക്കെ തട്ടിവിടാൻ നമുക്ക് നല്ല ഉശിരുണ്ട്, പക്ഷേ ജീവിക്കാനാണ് നമുക്ക് പാട്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അഭിപ്രായമുണ്ട്, പക്ഷെ അതുപോലെ ജീവിക്കുന്നതിനാണ് ചലഞ്ച്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് വാക്ക് ഇൻ എ ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ പകൽ നേരത്ത് പോലെ, പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. വാക്ക് ഇൻ ഹോണസ്റ്റി ആസ് ഇൻ ഡേ. പകൽ വെളിച്ചത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതികൾ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ പരാജയം, നമ്മളെപ്പോലെ അഭിനയിക്കാൻ കഴിയുന്നവർ ഈ ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഓസ്കാർ അവാർഡ് കൊടുക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ അതിൻ്റെ നല്ല കാൻഡിഡേറ്റ്സായിട്ട് നമുക്ക് തന്നെ അത് കിട്ടും. കാരണം വി പ്രിറ്റൻഡ്, നമുക്ക് നന്നായിട്ട് ആത്മീയം അഭിനയിക്കാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ആത്മീയം നമുക്ക് നന്നായിട്ട് അഭിനയിച്ച് കാണിക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആ അഭിനയ ആത്മീയത്വത്തിൻ്റെ അവസരം വിട്ടിട്ട് വാട്ട് യു ടോക്ക് ഓർ യുവർ വാക്ക് ഷുഡ് മാച്ച് വിത്ത് യുവർ ടോക്ക്. അത് ഭയങ്കര ചലഞ്ചിങ് ഉള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് പറയുന്നത് പോലെ ജീവിക്കാനായിട്ട് കഴിയണമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ പ്രദർശിപ്പിക്കുന്നത് പോലെ തന്നെ രഹസ്യമായിട്ട് അത് തന്നെ പിന്തുടരാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചർച്ചിൽ വരുമ്പോൾ ഒരു മുഖം, ചർച്ചിൽ നിന്ന് വെളുത്ത് പുറത്ത് പോകുമ്പോൾ മറ്റൊരു മുഖം. നോ, അത് നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിനെയാണ് പ്രിറ്റൻഡിങ് അല്ലെങ്കിൽ ഹിപ്പോക്രസി എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്, കപടഭക്തി എന്നൊക്കെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റസ്റ്റ് തിങ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തത് വാക്ക് ഇൻ ഹോളിനെസ്. വാക്ക് ഇൻ ഹോളിനെസ്. വിശുദ്ധിയിൽ നമുക്ക് നടക്കാനായിട്ട് കഴിയണം. അതിനെക്കുറിച്ച് ആ വാക്യങ്ങളിൽ താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് ചില കാറ്റഗറി അവിടെ കാറ്റഗറി അല്ല, അവിടെ ചില മോറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ വിശുദ്ധിയെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയുമല്ല. അത് എനിക്ക് ആ പൗലോസിൻ്റെ അറേഞ്ച്മെൻറ്റും ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ രണ്ട് പേരായിട്ട്, ഓരോരോ പേരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി പഠിക്കാനായിട്ട് ശ്രമിക്കാൻ ആഗ്രഹിച്ചു, സമയം കിട്ടിയില്ല. ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം. അത് വളരെ ഗ്രൂപ്പായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിനൊത്തിരി മാച്ചിങ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് ഈ വിശുദ്ധിയിൽ നടക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും എന്ന്, വെറുക്കൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം എന്താ പറയുന്നത്, ഈ ഒരു വൈൽഡ് പാർട്ടീസ് നമ്മുടെയൊക്കെ ചുറ്റുപാടുമൊക്കെ അതുണ്ടാവും. നമ്മുടെ കമ്പനികളിലുണ്ടാകാം, നമ്മുടെ സ്കൂളുകളിലുണ്ടാകാം. പലപ്പോഴും ദൈവമക്കളായ നമുക്കതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് വെരി വൈൽഡ് കൈൻഡ് ഓഫ് പാർട്ടീസ് അല്ലേ. ഭയങ്കരമായി ഇമ്മോറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന സംഗതികൾ. മേ ബി ഇനി ഒഫീഷ്യൽ ഒരു കമ്പനിയിലൊക്കെ നടക്കണമെന്നില്ല, പക്ഷേങ്കിൽ ഈ ഈവനിങ് പബ്ബുകൾ ഇങ്ങനെയുള്ള അടുത്തൊക്കെ നടക്കുന്നത് എന്താണ്, ഭയങ്കര ഇമ്മോറലായിട്ടുള്ള. സോ നമ്മുടെ വിശുദ്ധന്മാർക്കൊന്നും പറ്റിയ ഇടമല്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാരായ ദൈവമക്കൾക്ക് പറ്റിയ ഇടങ്ങളല്ല ഈ ഇടങ്ങൾ. വാക്ക് ഇൻ ഹോണസ്റ്റി. വി ഷുഡ് വാക്ക് ഇൻ ഹോളിനെസ്. അതെന്താണ്? വെറുക്കൂത്തിൽ എന്ന് പറഞ്ഞാൽ ഫോൾസ് കാര്യങ്ങൾ, വെറുക്കൂത്ത്, അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് വൈൽഡായിട്ടുള്ള പാർട്ടീസ്, ഡ്രങ്കഡ്നെസ്, മദ്യപാനങ്ങളിലുമല്ല,
പിന്നെ ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും, പ്രൈസ് ദി ലോർഡ്, റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ഓർ ഇൻ ഔട്ടർ മാരേജ് റിലേഷൻഷിപ്പ്, വിവാഹത്തിന് അപ്പുറത്തുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഇല്ലിസിറ്റായിട്ടുള്ള റിലേഷൻഷിപ്സ്, പ്രൈസ് ദി ലോർഡ്, കാമത്തിൻ്റെതായ അല്ലെങ്കിൽ തെറ്റായുള്ള നമ്മുടെ അഫയേഴ്സ്, പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ നമ്മൾ അതിനെ നിരാകരിക്കുന്നതിൻ്റെ ഒരു കാര്യം, ദാറ്റ് ഈസ് ബിബ്ലിക്കലി ഇറ്റ് ഈസ് വെരി റോങ് അല്ലേ? ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും. സോ ലവ് അഫെയർ, അതുപോലുള്ള ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഔട്ട്സൈഡ് ദി മാരിഡ് ലൈഫ്, ഇതെല്ലാം ദൈവവചനപ്രകാരം വളരെ വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇന്ന് ലോകത്തിൽ ഇതെല്ലാം കാർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ചുറ്റുപാടും ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അത് പതുക്കെ വിശ്വാസ സമൂഹത്തിലും കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയൊരു അപകടം നമ്മുടെ ചുറ്റുപാടും പല സമൂഹങ്ങളും പല ഭവനങ്ങളിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. സോ ദൈവമക്കൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഭയങ്കര നമ്മുടെ ലോകം നമ്മൾ കാണുന്ന പോലെയല്ല. പ്രൈസ് ദി ലോർഡ്. ഈ മെട്രോപൊളിറ്റൻ സിറ്റീസ്, ദുബായ് പോലുള്ള പട്ടണങ്ങളിലെല്ലാം ഇത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. സോ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്സ്. കോട്ടയത്ത് ഞാൻ കേട്ടിട്ടുള്ളത്, ദർ ഈസ് എ, ഞാനവിടെ ശുശ്രൂഷ സമയത്ത് അവിടെ എന്നോട് പറഞ്ഞത്, ദർ ഈസ് എ ക്ലബ് ദെയർ, ഒരു ക്ലബ്ബുണ്ട് അവിടെ. പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇൻ ദ നൈറ്റ് ക്ലബ് വാട്ട് ദേ സേ, ദേ വിൽ ത്രോ ദെയർ കീ ചെയിൻസ്. അവർ വന്ന ആൾക്കാരുടെ കപ്പിൾസായിട്ട് വരുന്ന, ഫാമിലി ആയിട്ട് വരുന്നവർ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് കീ ചെയിൻസ് എടുത്ത് ആകാശത്തോട്ട്, മീൻസ് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു കോമൺ സ്ഥലത്ത് എറിയും. മാറി ഇൻ്റർചേഞ്ച് ചെയ്ത് കാർ കീയുടെ കീ എടുത്തുകൊണ്ട് പോകും. അവർ ആരൊക്കെയാണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്, ദേ വിൽ സ്വാപ്പ് ദെയർ വൈബ്സ്. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ക്രിസ്ത്യൻ ക്ലബ്ബുകളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ശയനമോഹങ്ങളിലും അതുപോലെ തന്നെ ദുഷ്കാമങ്ങളിലും അല്ല. പിന്നൊന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറിയാണ് പിണക്കത്തിലും അസൂയയിലും. പ്രൈസ് ദി ലോർഡ്. പിണക്കം ഒരു വലിയ പ്രശ്നമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എപ്പോഴും ഒരു നിസാര കാര്യത്തിനും പിണക്കം, ഒരു ചെറിയ പ്രശ്നത്തിനും പെട്ടെന്ന് പിണങ്ങുന്ന അനുഭവം. പ്രൈസ് ഓർ ഓൾവേസ് ഫൈൻഡിങ് സംതിങ് ടു ഫൈറ്റ്. എന്തെങ്കിലും ഒരു കാരണം വേണം ഇങ്ങനെ എപ്പോഴൊന്ന് ഒരു ഫൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായിട്ട്. അല്ലെങ്കിൽ പെറ്റി ഡിസഗ്രിമെൻറ്റ്സ്, ഒരു നിസ്സാര വിഷയത്തിനങ്ങ് വിയോജിപ്പ്, ഡിസഗ്രിമെൻറ്റ്സ്, പിണക്കം, ഇതൊക്കെ സ്വാഭാവികമായിട്ട് വിശ്വാസികൾക്കിടയിൽ വരാൻ സാധ്യതയുള്ളതിനെ കൊണ്ടാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിണക്കം, പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾക്ക് പിണക്കം പാടില്ല. പ്രൈസ് ദി ലോർഡ്. പിണങ്ങാൻ പറ്റുന്ന കോണ്ടെക്സ്റ്റിൽ ഉണ്ടാകാം. പക്ഷെ ദൈവവൈതൽ എന്ന നിലയിൽ ഞാനും നിങ്ങളും യു ഷുഡ് നോട്ട് ബി നമ്മൾ ഒരാളോട് സ്ട്രൈഫിനായിട്ട്, ഒരാളോട് വഴക്കിന്, അല്ലെങ്കിൽ ഒരാളോട് പിണക്കത്തിന്, നെവർ. പിണങ്ങാനുള്ള വ്യവസ്ഥ ദൈവവചനത്തിലില്ല. അങ്ങനെയുള്ള റിസൺമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ദൈവനാമത്തിൽ ക്ഷമിക്കാനും പറഞ്ഞു തീർക്കാനും നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. പിണക്കത്തിൽ തുടരാനായിട്ട് ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരാളോട് പിണക്കം ഉണ്ടെന്ന് നമ്മുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി, അതൊരു ഇറിറ്റേഷനായിട്ട് നിൽക്കണം. പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഏതെങ്കിലും ഒരു മൂക്കിപ്പൊടി പോലുള്ള ചെറിയൊരു സംഗതിക്ക് വേണ്ടി നമ്മളങ്ങ് പിണങ്ങി ഇരിക്കുന്നത് ദൈവപൈതങ്ങൾക്ക്, ദൈവമക്കൾക്ക് ഭൂഷണമല്ല. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്ഫുൾ ഫോർ എ ബിലീവർ ടു ബി ഇൻ എ സ്ട്രൈഫുൾ മാനർ ബിഹേവിയർ. ഒരു പിണക്കത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുക. അത് നമ്മുടെ കൊളീഗിനോടാകാം, സഹവിശ്വാസിയോടാകാം, കൂടെ പഠിക്കുന്നവരോടാകാം, ആരോടാകാം. ഡു നോട്ട് ബി സ്ട്രൈഫ്. പിണങ്ങിയിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ആ ഗ്രൂപ്പിൽ തന്നെ പെടുത്തിയിരിക്കുകയാണ് എന്താണ്, എൻവി, അസൂയ എന്ന് പറഞ്ഞാൽ. അതിനൊരു കാര്യം പറഞ്ഞാൽ, മീ ഫസ്റ്റ് ആൻഡ് എവറി വൺ എൽസ് ആഫ്റ്റർ. എനിക്കെല്ലാം, മറ്റാർക്കും ഒന്നും, എവറി വൺ എൽസ് ആഫ്റ്റർ മീ ഫസ്റ്റ്. എനിക്കെല്ലാം കിട്ടണം. മറ്റൊരാൾക്കൊരു നന്മയുണ്ടായാൽ സന്തോഷിക്കാൻ കഴിയണം. മറ്റൊരാൾക്കൊരു അനുഗ്രഹമുണ്ടായാൽ സന്തോഷിക്കാൻ കഴിയണം. മറ്റൊരാൾക്ക് നന്മയുണ്ടായാൽ അതിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയണം. അതിൽ സന്തോഷിക്കാനായിട്ട് കഴിയണം. വാക്ക് ഇൻ ഹോണസ്റ്റി, വാക്ക് ഇൻ ഹോളിനെസ്. നമ്മുടെ അസൂയപ്പെടുന്നതായ മണ്ഡലങ്ങളെ അതിനെല്ലാം
മാറ്റുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അവസാനമായി പറയുന്നത് വാക്ക് ഇൻ ഹ്യൂമിലിറ്റി. യെസ്, അക്ഷര തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. റൈറ്റ്, വാക്ക് ഇൻ ഹ്യൂമിലിറ്റി. അവസാനത്തെ വാക്ക് പൗലോസ് ഓർപ്പിച്ചത്, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. അവസാനം പൗലോസ് പറയാണ്, ഒരു സാധനം നിങ്ങളങ്ങ് ഇട്ടാൽ മതി. അതെന്താണ്? യേശുവിനെ ധരിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ജീസസ് ഈസ് ദി അൾട്ടിമേറ്റ് എപ്പിറ്റോം ഓഫ് ഹ്യൂമിലിറ്റി. താഴ്മയുടെ പരമസ്വരൂപമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. യേശുവാണ് താഴ്മയുടെ ഏറ്റവും റൈറ്റ്ഫുൾ എക്സാമ്പിൾ. സ്വർഗത്തിൻ്റെ സകല മഹിമകളെയും വെടിഞ്ഞ് ഈ ഭൂമിയിൽ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. ദാറ്റ് ഈസ് ദ ക്ലിയർ എപ്പിറ്റോം ഓഫ് ഹ്യൂമിലിറ്റി. മനുഷ്യന് കഴിയുന്ന ഏറ്റവും താഴ്മയുടെ അടയാളമായിരുന്നു യേശുക്രിസ്തു. പൗലോസ് പറയുന്നത്, ജസ്റ്റ് പുട്ട് ഓൺ ജീസസ് അപ്പോൺ യു എന്ന് പറഞ്ഞാൽ ആ താഴ്മയുടെ ഏറ്റവും വലിയ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ആ ഒരു നടപ്പ്, ഹൗ വി വാണ്ട് ടു വാക്ക് ലൈക്ക് ജീസസ്. ദാറ്റ് മീൻസ് ജീസസ് ഇസ് ദ ക്ലിയർ ആൻഡ് പ്യുവർ എക്സാമ്പിൾ ഫോർ ഹ്യൂമിലിറ്റി. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുക. നമ്മുടെ നടപ്പിൽ എന്നെ കാണുമ്പോൾ യേശു നടന്നു പോകുന്നതായിട്ട് തോന്നണം. എൻ്റെ നടപ്പിൽ ഞാൻ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ യേശുവിനെ കാണുന്നത് പോലെ ഇരിക്കണം. ബിക്കോസ് ഐ നീഡ് ടു വിയർ ദാറ്റ് ഹ്യൂമിലിറ്റി. യേശുവിനെ യൂദ ചുംബനം കൊണ്ടാണ് കാണിച്ചു കൊടുത്തത്. കാര്യം എന്താണെന്നറിയോ? യേശുവിനെ കൂട്ടത്തിൽ കണ്ട യേശു അതിനകത്ത് ഏതാണെന്ന് അവർക്ക് അറിയത്തില്ല. ദറ്റ് മീൻസ് യേശുവിനെ ഇപ്പം നമുക്കറിയാമല്ലോ, ഞാനിപ്പോൾ ഒരു വെള്ളം എടുപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ഇത് കണ്ട ഒരു പാസ്റ്ററാണെന്ന് തോന്നും. എന്നാൽ യേശുവിനെ കണ്ടിട്ട് ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഇതിലേതാ യേശു? എല്ലാവരെയും കണ്ട ഒരുപോലെ താടിയെല്ലാം വെച്ച് മുടിയൊക്കെ എല്ലാവരുടെയും രൂപവും സാദൃശ്യമൊക്കെ ഒരുപോലെ. സോ ഹീ കെപ്റ്റ് ഹിംസെൽഫ് വെരി സിമ്പിൾ so that the soldiers were not able to identify who is Jesus among them. ഇതിനകത്ത് ആരാണ് യേശു എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കണ്ടിട്ട് എല്ലാവരും ഒരുപോലെ തോന്നുന്നു. യേശു, ഞാനല്ലേ നിങ്ങളുടെ നേതാവ്, എന്നാൽ എനിക്കിട്ട് 2 സ്റ്റാറോട് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഇച്ചിരി ഗമയ്ക്കല്ല യേശു നടന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കൂട്ടത്തിൽ കാണാൻ ചില യേശു എപ്പോഴും ഫ്രണ്ട് റോയിലൊന്നും കണ്ടു കാണത്തില്ല. യേശു ചിലപ്പോൾ ബാക്കിലായിരിക്കും ഇരിക്കുന്നത്. യേശു ചിലപ്പോൾ നേതാക്കന്മാരുടെയൊക്കെ സ്റ്റേജിലൊക്കെ നമ്മളറിയാമല്ലോ, ചില സ്റ്റേജിലൊക്കെ നമുക്കത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെയൊക്കെ ആത്മീയ ലോകത്തിലൊക്കെ സ്റ്റേജിലൊക്കെ ഇന്ന കസാര കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ നേതാവിൻ്റെ ഒരു റെസ്റ്റ്ലെസ്നെസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അങ്ങ് പ്രയാസം തോന്നും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹ്യൂമിലിറ്റി, താഴ്മയെന്ന് പറയുന്നത് യേശുവിൻ്റെ അടയാളമായിരുന്നു. അതിനെ ധരിക്കാനാണ് പൗലോസ് പറഞ്ഞത്, വാക്ക് ഇൻ ദാറ്റ് ഹ്യൂമിലിറ്റി. എന്നിട്ട് അവിടെ ഒരു കാര്യം കൂടെ പറയുന്നത്, മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. ഡു നോട്ട് തിങ്ക് ഫോർ എനി പ്രൊവിഷൻസ് ഫോർ ദി ഫ്ലഷ്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ളതെല്ലാം, ജഡത്തിന് ജീവിക്കാനുള്ളതെല്ലാം നമുക്ക് ആവശ്യമാണത് വേണം. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനുള്ളത് ചിന്തിക്കരുത്. Do not desire anything that will eventually give us a evil desire for the flesh. Do not consider any provision that will later give more room for fleshly desire. നമ്മുടെ ലോകത്തിൽ നമ്മുടെ ജഡത്തിൻ്റെ മോഹം വർദ്ധിപ്പിക്കുന്ന ഒന്നും നമ്മൾ അതിനുവേണ്ടി ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് അല്ലേ? ഓർ ഡു നോട്ട് ഫൈൻഡ് പ്രൊവിഷൻസ്. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായിട്ട് ചിന്തിക്കരുത്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വർണബിൾ കൈൻഡ് ഓഫ് ഒരു അവസ്ഥയാണ്. നമ്മുടെ വൈകാരിക തലവും നമ്മുടെ ചിന്തകളൊക്കെ ഇറ്റ്സ് വെരി വർണബിൾ, വീക്കാണ്. അതിലേക്ക് നമ്മൾ അതിനും കൂടുതൽ മോഹം ജനിക്കുമാർ ജഡത്തിനായിട്ടുള്ളത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വി വിൽ അസ്ട്രേ ഫ്രം ദ ലോർഡ് ആൻഡ് വി വിൽ ലീഡ് ടു എ ഈവിൾ ലൈഫ്. സോ വാക്ക് ഇൻ ഹ്യൂമിലിറ്റി. അബ്ഡോൺ അല്ലെങ്കിൽ നമ്മളെ തന്നെ യേശു ക്രിസ്തുവിനാൽ ഒരുക്കുക. ഇതാണ് പൗലോസ് പറയുന്നത്. വെൻ യു ലൈൻ അപ്പ്, വെൻ യു പ്രോഗ്രസ് ഓർ വെൻ യു പ്രൊസീഡ് ആസ് എ മിലിറ്റൻ്റായിട്ട് ഒരു പടയാളിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ
walk in honesty, walk in holiness, walk in humility. Praise the Lord. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ടിടയായി തീരട്ടെ. 3 കാര്യങ്ങളാണ് രാത്രി ഞാൻ ഓർപ്പിച്ചത്. ആസ് എ ക്രിസ്ത്യൻ വാരിയർ, wake up from it is a time, it is a high time, it is a season of time to wake up. Come out from your slumberness, sleepiness, ഉറക്കത്ത്, ഇനാക്ടിവിറ്റിയിൽ നിന്ന്, പ്രൈസ്, ആത്മീയ മുരടിപ്പിൽ നിന്ന്, ആത്മീയമായിട്ടുള്ള തണുപ്പൻ അവസ്ഥയിൽ നിന്ന്, ആത്മീയമായി പുതച്ചു മുടിക്കിടക്കുന്നതായ അവസ്ഥയിൽ നിന്ന് യു ജസ്റ്റ് കം ഔട്ട്. ആക്റ്റീവ് ആകുക ആത്മീയതലത്തിൽ. പ്രൈസ് ദി ലോർഡ്. ബി ആക്റ്റീവ് ഇൻ യുവർ സ്പിരിച്വൽ റെലം. നമ്മുടെ ആത്മീയത വിഷയത്തിൽ നമ്മളൊരു ആക്റ്റീവ് ആകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സോ റെക്കഗ്നൈസ് ദ ടൈം, റെഡീം ദ ടൈം. 2 ഞാൻ പറഞ്ഞത് ഡ്രസ്സപ്പ്. നമ്മൾ ചിലത് ഡ്രസ്സ് ചെയ്യണം. ലീവ് ഔട്ട് ദി നൈറ്റ് ഡ്രസ് ഓഫ് ദി നൈറ്റ്. ഡിസ്കാർഡ് ഇറ്റ്, കളഞ്ഞേര്. ഡിസയർ ദ ഗാർമെൻറ്റ് ഓഫ് ദ ലൈറ്റ് ആൻഡ് ലൈൻ അപ്പ്. നമ്മൾ ഇനി മുന്നോട്ട് നടക്കും തോറും വാക്ക് വിത്ത് ഇൻ ഹോണസ്റ്റി, വാക്ക് ഇൻ ഹോളിനെസ്, വാക്ക് ഇൻ ഹ്യൂമിലിറ്റി. ഈ രാത്രിയിൽ കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവ് നമ്മളോട് ഇന്ന് രാത്രികാലം ഈ വചനത്തിലൂടെ ഇടപെട്ടു എങ്കിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.